എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 3-ാമത്തെ സർഗത്തിലെ 21 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. എല്ലാ ശ്ലോകത്തിലും അനുഷ്ഠുപ്പ് വൃത്തം തന്നെയാണുള്ളത്. കഥ തുടർന്ന് പറയുക തന്നെയാണ് ചെയ്യുന്നത്, ഓരോരോ സംഭവങ്ങളായിട്ട്. നമുക്ക് ആദ്യം 21-ാമത്തെ ശ്ലോകം നോക്കാം. രാഘവസ്യ വിലാപം ച ഗൃധ്രരാജനിബർഹണം കബന്ധദർശനം ചൈവ പമ്പായാശ്ചാപി ദർശനം. പിന്നെ എന്തൊക്കെയാണ് ഉണ്ടായത്? രാഘവസ്യ വിലാപം ച ഗൃധ്രരാജ നിബർഹണം. രാഘവസ്യ വിലാപം, സീതയെ അപഹരിച്ചു കൊണ്ടുപോയി. അതാണല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. രാവണൻ വന്ന വൈദേഹിയെ അപഹരിച്ചു കൊണ്ടുപോയി എന്നാണ്. അതിനുശേഷം രാഘവസ്യ വിലാപം, രാഘവൻ്റെ വിലാപമാണ് അടുത്തതായിട്ട് സംഭവിക്കുന്നത്. ശ്രീരാമൻ്റെ ദുഃഖം, രാവണൻ്റെ പ്രവൃത്തി, രാവണനാണോ കട്ടുകൊണ്ടുപോയത്, എന്താണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാവാതെ തിരിച്ചു വന്നപ്പോൾ സീതയെ കാണാതെ വരുമ്പോൾ ഉണ്ടാകുന്നതായ സങ്കടം ശ്രീരാമനുണ്ട്, ലക്ഷ്മണനുമുണ്ട്. അത് വർണ്ണിക്കുന്നുണ്ട്. ഗൃധ്രരാജ നിബർഹണം. ഗൃധ്രരാജൻ എന്ന് പറഞ്ഞാൽ ജടായുവാണ്. ജടായുവിനെ രാവണൻ ആ ചിറക് വെട്ടി വീഴ്ത്തിയില്ലോ, സീതയെ തട്ടിക്കൊണ്ടു പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഗൃധ്രരാജനായിട്ടുള്ള ജടായു തടയാൻ ചെന്നു. അപ്പോൾ കുറച്ചു നേരം യുദ്ധം ചെയ്തു. അവസാനം തൻ്റെ കയ്യിലുള്ളതായ വാളുകൊണ്ട്, ചന്ദ്രഹാസം എന്നു പേരുള്ള വാളുകൊണ്ട് ഗൃധ്രരാജനായിട്ടുള്ള ജടായുവിൻ്റെ ചിറകുകൾ അരിഞ്ഞ് നിലത്തേക്ക് വീഴ്ത്തുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ പറയണത്. ഗൃധ്രരാജ നിബർഹണം. രാവണൻ ചിറക് വെട്ടിയിട്ടു. അങ്ങനെ ആ ജടായുവിനെ ശ്രീരാമൻ കണ്ടു. ജടായു ശ്രീരാമൻ്റെ മുൻപിൽ വെച്ച് തന്നെ മരിച്ചുപോയ കഥകളൊക്കെ ഉണ്ട്. അതൊന്നും വിസ്തരിച്ച് പറയണില്ല. ജടായുവിനെ വെട്ടിയ കഥയാണ്, അത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതിനെ തുടർന്ന് കബന്ധ ദർശനം. അപ്പോൾ ജടായു പറഞ്ഞിട്ടാണ് രാവണനാണ് സീതയെ തട്ടിക്കൊണ്ടു പോയത് എന്നുള്ളൊരു അറിവ് കിട്ടുന്നുണ്ട് ശ്രീരാമന്. ഒപ്പം തന്നെ കബന്ധൻ എന്നു പേരുള്ള ഒരു അസുരനെ കാണുന്നുണ്ട്. ഒരു രാക്ഷസൻ, തലയില്ലാത്തൊരു രാക്ഷസൻ. ആ രാക്ഷസനെ വധിക്കുക. അതോടൊപ്പം പമ്പായാശ്ചാപി ദർശനം, പമ്പ നദിയുടെ തീരത്തേക്ക് എത്തുകയാണ് ചെയ്യണത്. പമ്പാ നദിയുടെ ദർശനം സംഭവിക്കുന്നു. അതാണ് 21-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. 22-ാമത്തെ ശ്ലോകം നോക്കാം. ശബരീ ദർശനം ജൈവ ഫലമൂലാശനം തഥാ പ്രലാപം ജൈവ പമ്പായാം ഹനുമദ്ദർശനം തഥാ. അവിടെ വച്ചിട്ട്, സമീപദേശത്ത് വച്ചിട്ടാണ് ശബരിയെ കാണുന്നത്. ശബരി എന്ന് പറഞ്ഞ ഒരു വനവാസിനിയായിട്ടുള്ളൊരു ഋഷി തുല്യയായിട്ടുള്ളൊരു സ്ത്രീ ശ്രീരാമനുമായിട്ടുള്ള ഒരു സമാഗമം പ്രതീക്ഷിച്ചുകൊണ്ട് ശ്രീരാമന് വേണ്ടിയിട്ട് ഫലമൂലാദികളൊക്കെ എടുത്തു വെച്ച് എപ്പോഴും കാത്തിരിക്കുന്ന ഒരു ഭക്തയാണ് ശബരി. ശബരിയെ കണ്ടു. അതാണ് ഫലമൂലാശനം. അവിടെ വച്ചിട്ട് ശബരി കൊടുത്തതായിട്ടുള്ള നല്ല സ്വാദിഷ്ടമായ ഫലങ്ങളും അതുപോലെ കായകനികളും വേരുകളും, അതാണ് ഫലമൂലാദി ദർശനം. അതൊക്കെ ഭക്ഷിച്ചു. പ്രലാപം ചെയ്വ പമ്പായാം, പമ്പയുടെ തീരത്ത് വച്ചിട്ട് ശ്രീരാമന് വരുന്ന ദുഃഖം, പമ്പയെപ്പറ്റി വളരെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. പമ്പ വർണ്ണനം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. അവിടെ വച്ചിട്ടാണ്, അത് ആരണ്യകാണ്ഡത്തിൻ്റെ അവസാന ഭാഗത്തിലാണ്. ആ സൗന്ദര്യം ഒക്കെ കാണുമ്പോൾ ശ്രീരാമന് വല്ലാത്ത മാനസിക വ്യഥ, സീത ഒന്ന് അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോഴാണ് വലിയ കഠിനമായിട്ടുള്ള വിലാപം അവിടെ വർണ്ണിക്കുന്നത്. അവിടെ വച്ച് ഹനുമാനെ കാണുന്നുണ്ട്. ഹനുമത് ദർശനം. ശ്രീരാമനും ലക്ഷ്മണനും നടന്നു പോണത് കണ്ടപ്പോൾ ഋഷിമുഖ പർവ്വതത്തിൻ്റെ മുകളിലിരിക്കുന്ന സുഗ്രീവൻ ഹനുമാനെ പറഞ്ഞയക്കുന്ന കഥ. ഹനുമത് ദർശനം തഥാ. എന്നിട്ട് എന്തുണ്ടായി? ഋഷ്യമൂഖസ്യ ഗമനം സുഗ്രീവേണ സമാഗമം പ്രത്യയോത്പാദനം സഖ്യം ബാലിസുഗ്രീവ വിഗ്രഹം. അങ്ങനെ 23-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, ഹനുമാൻ്റെ സഹായത്തോടു കൂടിയിട്ട് ശ്രീരാമനും ലക്ഷ്മണനും ഋഷ്യമൂഖാചലത്തിൽ പോയി. സുഗ്രീവേണ സമാഗമം, സുഗ്രീവനെ കണ്ടു. സുഗ്രീവനും ശ്രീരാമനും ലക്ഷ്മണനും തമ്മിൽ കാണുണ്ടായി. അവർ തമ്മിൽ പരസ്പരം വിശ്വാസം കൊടുത്തുകൊണ്ട്, പരസ്പരം സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് സീതയെ കണ്ടുപിടിക്കാമെന്ന് സുഗ്രീവനും ബാലിയെ വധിക്കാമെന്ന് ശ്രീരാമനും അങ്ങടും ഇങ്ങടും വാക്ക് കൊടുത്തിട്ട്, വിശ്വാസം കൊടുത്ത് സഖ്യം സമ്പാദിച്ചു. എന്നിട്ട് ബാലി സുഗ്രീവ വിഗ്രഹം, വിഗ്രഹം എന്നുള്ളതിന് യുദ്ധം എന്നർത്ഥം. അവരെ തമ്മിൽ വിഘടിപ്പിക്കുന്ന, ബാലിയും സുഗ്രീവനും തമ്മിലുണ്ടാകുന്ന കഠിനമായിട്ടുള്ള യുദ്ധം, ആ യുദ്ധത്തോടു കൂടിയിട്ട് അതിന് ശേഷം ഉണ്ടാവുന്നതാണ് 24-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ബാലിപ്രമഥനം ചൈവ സുഗ്രീവ പ്രതിപാദനം താരാവിലാപം സമയം വർഷരാത്ര നിവാസനം. ഇവിടെ അതിനുശേഷം ബാലിയെ വധിക്കുക, ബാലി സുഗ്രീവന്മാരുടെ യുദ്ധം,
ബാലിയെ വധിക്കൽ, ബാലി പ്രമഥനം ചെയ്യുക, സുഗ്രീവ പ്രതിപാദനം, സുഗ്രീവനെ സ്ഥാനാരോഹണം നടത്തുക, അവിടെ രാജാവായിട്ട് വാഴിക്കുക. അതായത് കിഷ്കിന്ധയിലെ രാജാവായിട്ട് ബാലിയായിരുന്നല്ലോ, ബാലിയുടെ മരണത്തിന് ശേഷം സുഗ്രീവൻ രാജാവായിട്ട് തീർന്നു. ബാലിയെ വധിച്ചപ്പോൾ ബാലിയുടെ പത്നി താര വല്ലാതെ വിഷമിക്കുന്നുണ്ട്, താര വിലാപം. അത് കഴിഞ്ഞ് സമയം എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞയാണ്. സുഗ്രീവൻ ശ്രീരാമനോട് ചെയ്തതായിട്ടുള്ള പ്രതിജ്ഞ അല്ലെങ്കിൽ ലക്ഷ്മണൻ്റെ ഓർമ്മിപ്പിക്കൽ അതൊക്കെ വരുന്നുണ്ട്. വർഷരാത്ര നിവാസനം, അത് കഴിഞ്ഞിട്ട് വർഷരാത്ര, അതായത് മഴക്കാലം വന്നതോട് കൂടിയിട്ട് പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാതെ ചാതുർമാസ്യ വ്രതത്തിൽ ശ്രീരാമനൊക്കെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. സീതയെ കാണാനില്ല, പക്ഷേ അന്വേഷിക്കാൻ പറ്റാത്ത തീവ്രമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനം, അതായത് വ്യതിയാനം എന്നുള്ളത് കൊണ്ട് അവിടെ അത്രയും ദിവസം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഭയങ്കര മഴ. അപ്പോൾ അന്വേഷിക്കാൻ സീതാന്വേഷണത്തിന് പറ്റാതെ വന്നു. അതുകൊണ്ട് ചാതുർമാസ്യ വ്രതം എടുത്തുകൊണ്ട് കിഷ്കിന്ധയിൽ തന്നെ വിശ്രമിക്കേണ്ടതായിട്ട് വന്നു. അതാണ് അവിടെ പറയണത്. 25-ാമത്തെ ശ്ലോകം നോക്കാം. ക്രോധം രാഘവസിംഹസ്യ ബലാനാമുപസംഗ്രഹം ദിശഃ പ്രസ്ഥാപനം ചൈവ പൃഥിവ്യാശ്ച നിവേദനം. അതിനുശേഷം ശ്രീരാമൻ നോക്കിയിരിക്കുന്നുണ്ട്. ശ്രീരാമൻ എപ്പോഴാണ് തനിക്ക് വേണ്ടിയിട്ട് സുഗ്രീവൻ സഹായം ചെയ്യണതെന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ സുഗ്രീവൻ കാലക്രമേണ എല്ലാം മറക്കുകയാണ്. അത് കണ്ടതോട് കൂടിയിട്ട് ശ്രീരാമന് കഠിനമായിട്ടുള്ള ദേഷ്യം വന്നു. അതാണ് ക്രോധം രാഘവസിംഹസ്യ, രാഘവൻ എന്ന പേരുള്ള രാഘവൻ ആകുന്ന സിംഹം. ശ്രീരാമൻ്റെ ദേഷ്യത്തിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ സിംഹത്തെ പറ്റിയിട്ട് ഉപമിത സമാസം അവിടെ കൊണ്ടുവന്നത്. രാഘവനാകുന്ന സിംഹത്തിൻ്റെ ക്രോധം അവിടെ വർണ്ണിക്കുന്നുണ്ട്. അതായത് സുഗ്രീവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ലക്ഷ്മണനൊക്കെ കൂടി ചെന്നിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വാനരന്മാരെയൊക്കെ വിളിച്ചിട്ട് ഓരോ ദിക്കിലേക്ക് അന്വേഷിക്കാൻ വിടണ ഭാഗം അതാണ്. ബലാനാം ഉപസംഗ്രഹം, ബലം സൈന്യങ്ങളെ നാനാ ദിക്കുകളിലേക്ക് പറഞ്ഞയക്കുക, അതാണ് ദിശഃ പ്രസ്ഥാപനം. സൈന്യങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി, ബലാനാം ഉപസംഗ്രഹം വിളിച്ചു വരുത്തിയിട്ട് അവരെ പലതാക്കി തിരിച്ചിട്ട് ദിക്കുകളിലേക്ക് പറഞ്ഞയച്ചു, ദിശഃ പ്രസ്ഥാപനം. അതിനുശേഷം പൃഥിവ്യാശ്ച നിവേദനം. പൃഥിവ്യാഹ നിവേദനം എന്ന് പറയുമ്പോൾ ഭൂമിയെ പറ്റിയിട്ടുള്ളതായ വർണ്ണനവും സുഗ്രീവൻ്റെ പൃഥ്വി വർണ്ണനാണ്. അതായത് പ്രദേശങ്ങളെ പറ്റിയിട്ടൊക്കെ പറയണതായിരിക്കണം. ഓരോരോ പ്രദേശങ്ങൾ, ഓരോ ഭാഗങ്ങളെ പറ്റിയിട്ടുള്ള വർണ്ണനം, അതാണ് പൃഥ്വിയെ വിവരിക്കണു എന്ന് പറഞ്ഞത്. അത് രാമൻ്റെ ശ്രീരാമനോടും ലക്ഷ്മണനോടും അതോടൊപ്പം തന്നെ സൈന്യങ്ങളോടും പറഞ്ഞു കൊടുക്കണ ഭാഗമാവും. അതിനുശേഷം 26-ാമത്തെ ശ്ലോകം നോക്കാം. അങ്കുലീയഗദാനം ച ഋക്ഷസ്യ ബിലദർശനം പ്രായോപവേശനം ചൈവ സമ്പാദേശ്ചാപി ദർശനം. അതിനുശേഷം തെക്കൻ ദിക്കിലേക്ക് പോയ സംഘത്തിൻ്റെ കൂട്ടത്തിലായിരുന്നു ഹനുമാൻ പോയത്. ഹനുമാനുമായിട്ട് നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. ശ്രീരാമന് ഹനുമാൻ്റെ ശക്തി ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണ് വളരെ ഉത്തമന്മാരായിട്ടുള്ള മനുഷ്യർക്ക് പെട്ടെന്ന് തന്നെ ആൾക്കാരെ അളക്കാൻ പറ്റും. അപ്പോൾ ഹനുമാൻ ഇതിനുള്ള കഴിവുണ്ടെന്ന് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട് ശ്രീരാമൻ. അതുകൊണ്ട് ഹനുമാൻ്റെ കയ്യിലാണ് അങ്കുലീയകം കൊടുത്തുവിട്ടത്. അതാണ് അങ്കുലീയക ദാനം ച. മാത്രമല്ല ഋക്ഷസ്യ വിലദർശനം, ഋക്ഷം എന്നുള്ളത് കൊണ്ട് കരടി എന്നർത്ഥമുണ്ട്, ഇവിടെ ജാമ്പവാൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ജാമ്പവാനെയൊക്കെ കൂട്ടുപിടിച്ചിട്ടായിരിക്കണം പോണത്. ഋക്ഷസ്യ വിലദർശനം എന്നുള്ളത് കൊണ്ട് ഋക്ഷ ഗുഹാദർശനം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അംഗദനും കൂട്ടരും കൂടിയിട്ട് ജാമ്പവാനെ പോയി കണ്ടിട്ട് ജാമ്പവാനെ കൂട്ടിയിട്ട് പോയിട്ട് യാത്ര തുടങ്ങിയതാവണം. ഋക്ഷസ്യ വിലദർശനം. അങ്ങനെ അതിനുശേഷം പ്രായോപവേശനം ചെയ്വ സമ്പാദേശ്ചാപി ദർശനം. പ്രായോപവേശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലേക്ക് തിരിച്ചു വരിക. പ്രത്യേകിച്ച് യുദ്ധത്തിന് അല്ലെങ്കിൽ യാത്രയ്ക്ക് വൈമുഖ്യമുള്ളവർക്കൊക്കെ അവരെയൊക്കെ ഉത്തേജിപ്പിച്ചുകൊണ്ടുള്ള യാത്രകൾ അതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അവർ സീതയെ അന്വേഷിച്ച് നടക്കൽ. അവസാനം സമുദ്രത്തിൻ്റെ തീരത്ത് വെച്ച് സമ്പാദിയെ കണ്ടുമുട്ടൽ, സമ്പാദി ദർശനം. സമ്പാദിയെ കണ്ടു, സമ്പാദിയാണല്ലോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ശ്ലോകത്തിൽ നിർത്തിയത്. അടുത്ത ശ്ലോകം നോക്കാം. 27-ാമത്തെ ശ്ലോകം. പർവ്വതാരോഹണം ചൈവ സാഗരസ്യാഭിലംഘനം സമുദ്രവചനാച്ചൈവ മൈനാകസ്യ ച ദർശനം. ഇവിടെ ആരുടെ കാര്യമാണ്, ആരാണത് കൊണ്ടുപോകണത്, അല്ലെങ്കിൽ അങ്കുലീയകം ആരുടെ കയ്യിലാണ് കൊടുത്തയച്ചേക്കണമെന്നൊന്നും ഇവിടെ പറയണില്ല. അതൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് നമ്മളത് കൂട്ടി വായിച്ചാൽ മതി. പർവ്വതാരോഹണം, സമ്പാദി പറഞ്ഞതൊക്കെ അനുസരിച്ച് സമ്പാദിയാണല്ലോ സീത അവിടെ അശോകവനികയിലുണ്ടെന്ന് അറിയിച്ചു കൊടുത്തത്. അങ്ങനെ സമ്പാദി വാക്യം കേട്ടുകൊണ്ട് പർവ്വതാരോഹണം, പർവ്വതത്തിൻ്റെ മുകളിൽ കയറി അവിടെ ഇരുന്നു കൊണ്ട്
സാഗരസ്യ ലംഘനം, സമുദ്രം തരണം ചെയ്തു ഹനുമാൻ. സമുദ്രവചനാച്ചൈവ മൈനാകസ്യ ദർശനം, സമുദ്രം പറഞ്ഞതനുസരിച്ച് മൈനാകത്തെ കണ്ടു. അതായത് സമുദ്രം ചില നിർദ്ദേശങ്ങൾ കൊടുത്തതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നമ്മളിതുവരെ പഠിച്ച പുസ്തകങ്ങളിലൊന്നും കാണാനില്ല. അതുപോലെ സമുദ്രത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് മൈനാകം എന്ന പേരുള്ള സമുദ്രത്തിൽ ഒളിച്ചു കഴിയുന്നതായ ഒരു പർവ്വതം. ആ പർവ്വതത്തിൻ്റെ മാത്രം ചിറക് വെട്ടിയിട്ടില്ല ഇന്ദ്രൻ എന്നാണ് പറയണത്. ചിറക് വെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മൈനാക പർവ്വതം കടലിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുകയാണ് എന്ന് സങ്കല്പം. അതുപോലെ തന്നെ ഹിമവാന്റെ പുത്രനാണത്രേ മൈനാകം. മേനകായാഹ അപത്യംബുമാൻ മൈനാക എന്നാണ് പേര് വന്നിരിക്കുന്നത്. പർവ്വതസ്യ അപത്യം സ്ത്രീ പാർവതി. അപ്പോൾ പുത്രിക്ക് അച്ഛൻ്റെ പേരും പുത്രന് അമ്മയുടെ പേരുമായിട്ടാണ് സാമ്യമുള്ളത്. അങ്ങനെ മൈനാകത്തെയും കണ്ടു. അതോടൊപ്പം പിന്നെന്തൊക്കെയാണ് ഉണ്ടായത്? രാക്ഷസീ തർജനം ചൈവ ഛായാഗ്രാഹസ്യ ദർശനം സിംഹികായാശ്ച നിധനം ലങ്കാമലയ ദർശനം. അങ്ങനെ സമുദ്രത്തിൽ കൂടെ പോകുമ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് 28ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്. അവിടെ കുറേ രാക്ഷസികളെയൊക്കെ കടലിൽ വെച്ച് തന്നെ കുറേ പേരെയൊക്കെ കാണുന്നുണ്ട്. ആക്രമിക്കാൻ വരുന്ന കുറേ രാക്ഷസികളൊക്കെ ഉണ്ട്. സുരസ എന്നു പേരുള്ള നാഗമാതാവാണെന്നൊക്കെ പറയുന്നു. സുരസയെ കണ്ടു. അതാണ് രാക്ഷസീ തർജനം. രാക്ഷസിയെ പേടിപ്പിച്ചു നിർത്തി. എന്നെ ആക്രമിക്കാൻ വരണ്ട, ഞാൻ വളരെ വലിയൊരു ഉദ്ദേശത്തിന് പോവാണ്, എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ രാക്ഷസിയെ തർജനം ചെയ്യുന്നു. തർജനം ചെയ്യാച്ച താക്കീത് ചെയ്യാന്നർത്ഥം. അതുപോലെ ഛായാഗ്രാഹസ്യ ദർശനം, വേറൊരാൾ നിഴൽ പിടിച്ചു വയ്ക്കുന്ന ഒരു രാക്ഷസി ഉണ്ടായിരുന്നു. അതിനെ ഒതുക്കി, അതിനെയും ഓടിച്ചു കളഞ്ഞു. ഛായാഗ്രാഹസ്യ ദർശനം. ഇനി മറ്റൊന്ന് സിംഹികായാശ്ച നിധനം. മറ്റൊരു രാക്ഷസിയായിരുന്നു സിംഹിക. ഇവരെയൊക്കെ കടലിൽ കൂടെയുള്ള യാത്രയുടെ ഇടയ്ക്കാണ് കാണുന്നത്. ആ സിംഹികയെയും വധിച്ചു. സിംഹികായാശ്ച നിധനം. അതിനുശേഷം ലങ്കാമലയ ദർശനം. ലങ്ക ഒരു വലിയ പർവ്വതമായിട്ടാണ്, ഈ സമുദ്രത്തിൻ്റെ നടുക്ക് ഉയർന്നു നിൽക്കുന്നതായൊരു പർവ്വതം പോലെയാണ് വർണ്ണിക്കുന്നത്. ലങ്കാമലയ ദർശനം. ലങ്ക എന്നു പേരുള്ള പർവ്വതത്തിനെയും കാണുന്നു. ഇതൊക്കെ ഹനുമാനാണ് കാണുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? അതാണ് 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. രാത്രൗ ലങ്കാപ്രവേശം ച ഏകസ്യാപി വിചിന്തനം ആപാനഭൂമിഗമനമവരോധസ്യ ദർശനം. രാത്രിയിൽ ലങ്കയിലേക്ക് പ്രവേശിച്ചു. അതായത് പകലൊന്നും കടക്കാൻ പറ്റില്ല. അവിടെയൊക്കെ ഭയങ്കര പരിപാലനമാണ്. ഭടന്മാരും അതുപോലെ സ്ത്രീകളായിട്ടുള്ള സുരക്ഷാ സേനകൾ മുഴുവനും അവിടെ ഉണ്ട്. അവിടേക്ക് പെട്ടെന്നൊന്നും അകത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് രാത്രിയായപ്പോൾ ഹനുമാൻ ലങ്കയുടെ അകത്തേക്ക് പ്രവേശിച്ചു. ഏകസ്യാപി വിചിന്തനം. ഏകസ്യ, ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഹനുമാൻ ആലോചിക്കുകയാണ്, ഇനി എവിടെ പോയാലാണ് സീതയെ കണ്ടെത്തുക എന്ന് ആലോചിക്കുന്നുണ്ട്. ഏകസ്യാപി വിചിന്തനം. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ആപാനഭൂമിഗമനം അവരോധസ്യ ദർശനം. ആപാനഭൂമി എന്ന് പറഞ്ഞാൽ കാദംബരി ഗൃഹം, മദ്യപാന ഗൃഹമാണ്. അതായത് എവിടെയാണ് മദ്യം കൊടുക്കുന്ന സ്ഥലത്ത് രാക്ഷസന്മാരൊക്കെ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ടാവും. അവിടെ പോയി നോക്കുന്നു. മദ്യാലയ ഗമനം. അവിടെ ചെന്നിട്ട് അന്തഃപുര ദർശനം. അന്തഃപുര ദർശനം അവിടെ വെച്ചിട്ടാണ്. അവരോധം എന്ന് പറഞ്ഞാൽ അന്തഃപുരമാണ്. സീതയെ അവിടെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. അതായത് ഓരോരോ ഭാഗങ്ങൾ കടന്ന് സീതയെ അന്വേഷിച്ചുകൊണ്ട് ഹനുമാൻ നടക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അന്തഃപുരം, അശോകവനികയിലുള്ളതായ ഒരു അന്തഃപുരത്തിൽ സീതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്, അതാണ് ഇവിടെ പറയണത്. അതിനുശേഷം 30ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ദർശനം രാവണസ്യാപി പുഷ്പകസ്യ ച ദർശനം അശോകവനികായാനം സീതായാശ്ചാപി ദർശനം. അവിടെ വച്ചിട്ട് ആ മദ്യപാനം നടത്തുന്ന സ്ഥലത്ത് വെച്ചിട്ടാണോ എന്ന് ഇവിടെ പറയണില്ല. നമുക്ക് വർണ്ണിച്ചു പോകുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഇവിടെ വെച്ചിട്ട് രാവണനെ ഹനുമാൻ ഒന്ന് കാണുന്നുണ്ട്. രാവണസ്യ ദർശനം. പുഷ്പകസ്യ, പുഷ്പകം എന്ന് പറഞ്ഞ വിമാനം രാവണൻ്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ. ആ പുഷ്പക വിമാനം കണ്ടു. രാവണനെ കണ്ടു. അതോടൊപ്പം തന്നെ അശോകവനികയിലേക്ക്, കൂടുതൽ അശോകങ്ങൾ ധാരാളമായിട്ട് നിൽക്കുന്ന അശോകവനികയിലേക്ക്. അവിടെ അശോകവൃക്ഷങ്ങൾ മാത്രമൊന്നുമല്ല, മറ്റു വൃക്ഷങ്ങളും ഉണ്ട്. പക്ഷേ ധാരാളമായിട്ട് അശോക വൃക്ഷങ്ങളാണ് നിൽക്കുന്നത് കൊണ്ട് അതിനെ അശോകവനിക എന്ന് പറയണമെന്നേ ഉള്ളൂ. ഈ രക്തചന്ദനക്കാട് എന്ന് പറയുമ്പോൾ അവിടെ രക്തചന്ദനം മാത്രമൊന്നുമല്ലല്ലോ. ചന്ദനക്കാട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ചന്ദന വൃക്ഷങ്ങൾ മാത്രമല്ല, അവിടെ മറ്റു വൃക്ഷങ്ങളും ഉണ്ട്. ഒരു 90% രക്തചന്ദനമോ ചന്ദനമോ അശോകങ്ങളോ ഒക്കെ ഉള്ളത് കൊണ്ടാണ് അവയ്ക്ക് ആ പേര് വരണത്. അതാണ് അശോകവനികായാനം, അശോകവനികയിലേക്കുള്ള യാത്ര.
അവിടേക്കാണല്ലോ രാവണനും പോണത്. സീതയെ ഒന്ന് പ്രലോഭിപ്പിക്കാൻ പറ്റുമെന്നറിയാൻ വേണ്ടിയിട്ട് അഴകിയ രാവണനായിട്ട് പോകുന്നുണ്ട്. അവിടെ വച്ചിട്ട് ഹനുമാൻ സീതയെ കണ്ട് മനസ്സിലാക്കുന്നു. സീതായാശ്ചാപി ദർശനം, സീതയെ കാണലും സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 30ാമത്തെ ശ്ലോകം വരെ നിർത്തുകയാണ്. ബാക്കി ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. 39 ശ്ലോകങ്ങളെ ഈ ഒരു സർഗത്തിലുള്ളൂ. അടുത്തൊരു ദിവസം കൊണ്ട് ഈ 3ാമത്തെ സർഗം തീരുകയും ചെയ്യും. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. രാഘവസ്യ വിലാപം ച ഗൃധ്രരാജനിബർഹണം കബന്ധദർശനം ചൈവ പമ്പായാശ്ചാപി ദർശനം ശബരീദർശനം ചൈവ ഫലമൂലാശനം തഥാ പ്രലാപം ചൈവ പമ്പായാം ഹനുമദ്ദർശനം തഥാ ഋഷ്യമൂകസ്യ ഗമനം സുഗ്രീവേണ സമാഗമം പ്രത്യയോത്പാദനം സഖ്യം ബാലിസുഗ്രീവ വിഗ്രഹം ബാലിപ്രമഥനം ചൈവ സുഗ്രീവ പ്രതിപാദനം താരാവിലാപം സമയം വർഷരാത്രനിവാസനം ക്രോധം രാഘവസിംഹസ്യ ബലാനാമുപസംഗ്രഹം ദിശഃ പ്രസ്ഥാപനം ചൈവ പൃഥിവ്യാശ്ച നിവേദനം അങ്കുലീയഗദാനം ചർക്ഷസ്യ ബിലദർശനം പ്രായോപവേശനം ചൈവ സമ്പാദേശ്ചാപി ദർശനം പർവ്വതാരോഹണം ചൈവ സാഗരസ്യാപി ലംഘനം സമുദ്രവചനാച്ചൈവ മൈനാകസ്യ ച ദർശനം രാക്ഷസീതർജനം ചൈവ ഛായാഗ്രാഹസ്യ ദർശനം സിംഹികായാശ്ച നിധനം ലങ്കാമലയദർശനം രാത്രൗ ലങ്കാപ്രവേശം ച ഏകസ്യാപി വിചിന്തനം ആപാനഭൂമിഗമനം അവരോധസ്യ ദർശനം ദർശനം രാവണസ്യാപി പുഷ്പകസ്യ ച ദർശനം അശോകവനികായാനം സീതായാശ്ചാപി ദർശനം. കുറേ ദർശനം ദർശനം എന്നുള്ള പദങ്ങൾ ഓരോന്നോരോന്ന് കാണേണ്ടതാണ് ഇവിടെ. അതൊക്കെ വർണ്ണിക്കുകയാണ്. ഇതാണ് അന്വേഷിച്ച് പോയിരിക്കുന്നത്. അതിനെയൊക്കെ ഹനുമാൻ കാണുന്നതായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ്. സുന്ദരമായിട്ടുള്ള എല്ലാ ശ്ലോകങ്ങളും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.